കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ബ്രദറൻ ലൈവിൽ കൂടി ദൈവവചനം നിങ്ങളുമായി പങ്കുവയ്ക്കാനിടയായ സന്ദർഭത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. കൊരിന്ത്യലേഖന പശ്ചാത്തലത്തിൽ ദൈവസഭയുടെ വിവിധ അനുഭവങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയായിരുന്നല്ലോ. കൊരിന്ത് സഭയിലുണ്ടായ ആത്മീക അനൈക്യത്തിൻ്റെ കാരണം അപ്പോസ്തലനായ പൗലോസ് ആദ്യത്തെ 4 അധ്യായങ്ങളിൽ വിശകലനം ചെയ്യുകയാണ്. അവരുടെ മധ്യേ അനൈക്യതയും ഡിവിഷൻസും ഇടയായ കാരണങ്ങൾ ഒന്നൊന്നായി പറഞ്ഞത് നാം കാണുകയുണ്ടായി. ഇതിനകം 5 വിവിധ കാരണങ്ങൾ കണ്ടു. അതിലേക്ക് വീണ്ടും ആവർത്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് 2-ാം അധ്യായം 14-ാം വാക്യമാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു, ആത്മീകമായി കഴിയുന്നതുമല്ല, ഗ്രഹിപ്പാൻ അവന് അത് വിവേചിക്കേണ്ടതാകയാൽ. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വം ആകുന്നു. ഈ പ്രാകൃത മനുഷ്യൻ ആരാണ്? സ്വാഭാവികമായിട്ടും ഉള്ള മനുഷ്യൻ. ഒരുപക്ഷെ നമുക്ക് അല്പം അവിശ്വസനീയമായി തോന്നിയേക്കാം. വാസ്തവത്തിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആത്മീക ശുശ്രൂഷയെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഭാഗമാണ്. പൗലോസ് മനുഷ്യജ്ഞാനം ഉപയോഗിച്ചില്ല, പറഞ്ഞില്ല, ദൈവിക ജ്ഞാനമാണ് പ്രസംഗിച്ചത്. താൻ പ്രസംഗിച്ച ദൈവിക ജ്ഞാനം ആർക്കു മനസ്സിലാകും എന്നാണ് ഈ 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ താൻ പറയുന്നത്. ഞങ്ങൾ മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ മർമ്മങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ ആത്മീകന്മാർക്ക് ദൈവാത്മ സഹായത്താൽ വിവരിക്കുമ്പോൾ മനുഷ്യർക്ക് അത് ഭോഷത്വമാണ് എന്നാണ് പൗലോസ് ഈ ഭാഗത്ത് പറയുന്നത്. ആരാണ് ഈ പ്രാകൃത മനുഷ്യർ? അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലുണ്ടായ ആ പ്രതിസന്ധികൾക്കും കുഴപ്പങ്ങൾക്കും ഒരു കാരണമായി അവിടെ ഉണ്ടായിരുന്ന പ്രാകൃത മനുഷ്യരെ ചൂണ്ടിക്കാണിക്കുകയാണ്. താൻ പ്രസംഗിച്ച ദൈവവചനം ആർക്ക് ഗ്രഹിക്കാൻ സാധിക്കും? ആരാണ് പൗലോസിൻ്റെ ആത്മീക സന്ദേശങ്ങളെ വാസ്തവമായി ഉൾക്കൊള്ളുന്നത്, മനസ്സിലാക്കുന്നത്? ആ നിലയിൽ തൻ മനുഷ്യജാതിയെ 3 തിരിക്കുകയാണ്. 1 പ്രാകൃതന്മാർ, 2 ജഡീകന്മാർ, 3 ആത്മീകന്മാർ. താൻ പറയുന്നത് ആത്മീകന്മാർക്ക് മാത്രമേ ദൈവവചനം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ജഡീകന്മാർക്കും സാധിക്കയില്ല, പ്രാകൃതന്മാർക്കും സാധിക്കയില്ല. ഇന്ന് ഈ 3 തരത്തിലെ മനുഷ്യരെക്കുറിച്ച് പഠിക്കുന്നത് ഞാനും നിങ്ങളും നാം ആയിരിക്കുന്ന സ്ഥലം സഭയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം പ്രാകൃതനാണോ, ജഡീകനാണോ, ആത്മീകനാണോ എന്ന് സ്വയപരിശോധന ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് രാത്രിയിൽ നമ്മുടെ പഠനത്തിൽ ആരാണ് ഈ പ്രാകൃതൻ എന്ന് ചിന്തിപ്പാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 5 കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ചിന്തിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. ഹൂ ഈസ് എ നാച്ചുറൽ മാൻ? ആരാണ് ഈ പ്രാകൃത മനുഷ്യർ? പ്രാകൃത മനുഷ്യൻ്റെ വിശേഷതകൾ എന്തെല്ലാമാണ്? 2, ഒരു സ്ഥലം സഭയിൽ പ്രാകൃത മനുഷ്യൻ, സ്വാഭാവിക മനുഷ്യൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടോ? 3, ഉണ്ടെങ്കിൽ അതിന് കാരണമെന്താണ്? 4,
ഇങ്ങനെയുള്ള പ്രാകൃത മനുഷ്യർ സ്ഥലം സഭയിൽ കടന്നുകൂടിയാൽ ഉണ്ടാകുന്ന പരിണത ഫലങ്ങൾ എന്തെല്ലാമാണ്? അവസാനമായി ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം? എങ്ങനെയാണ് ഈ പ്രശ്നം അഥവാ സഭയിലെ പ്രാകൃതന്മാരുടെ നാം കൈകാര്യം ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യമായി, ഹൂ ഈസ് എ നാച്ചുറൽ മാൻ? ആരാണ് പ്രാകൃത മനുഷ്യൻ? ഈ പ്രാകൃത മനുഷ്യൻ എന്ന വാക്ക് അവിടെ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിൽ നാച്ചുറൽ മാൻ, സ്വാഭാവിക മനുഷ്യൻ. ഇത് മനസ്സിലാക്കുവാൻ അല്പം കൂടെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയാൻ 1 തെസ്സലോനിക്കർ അതിൻ്റെ 5-ാം അധ്യായം 23-ാം വാക്യം വായിക്കുന്നതായിരിക്കും. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്ത്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഈ വാക്യത്തിൽ ദൈവം തൻ്റെ സൃഷ്ടിയിൽ മനുഷ്യജാതിയിൽ മനുഷ്യനിൽ ഭാഗമായി തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അഥവാ വേറെ പറഞ്ഞാൽ, നമ്മിൽ ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ദേഹമുണ്ട്. സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി ഒരു വിശ്വാസിയെക്കുറിച്ച് ദൈവികമായ സൃഷ്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം വീണ്ടും ജനിപ്പിച്ച ഒരു വിശ്വാസിയുടെ 3 വ്യക്തിവിശേഷതകൾ, 3 വ്യക്തിത്വങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയാണ്. അവനിൽ അടങ്ങിയിരിക്കുന്ന 3 ഘടകങ്ങൾ: ആത്മാവ്, പ്രാണൻ അഥവാ ദേഹി, ദേഹം അഥവാ ശരീരം. ഇത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇത് 3ഉം വകതിരിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒന്ന്, ആത്മാവ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മൃഗങ്ങൾക്ക് ഇല്ലാത്ത മറ്റ് നമുക്ക് തന്നത് ആത്മാവ് അഥവാ ദൈവത്തിൻ്റെ ഒരു ഗുണവിശേഷം നമുക്ക് തന്നു. ദൈവത്തെ അറിയുവാൻ, ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ, ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പ്രാപ്തി നമുക്ക് തന്നു. അതാണ് ആത്മാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ന്യൂമ, സ്പിരിറ്റ്. അപ്പോൾ മനുഷ്യനിൽ ഒരു സ്പിരിറ്റ് പാർട്ടുണ്ട്, ആത്മീക ഭാവമുണ്ട്, ആത്മീക ഭാഗമുണ്ട്. ഈ ആത്മീക ഭാഗം അഥവാ ആത്മീക ആ ഘടകം കൊണ്ടാണ് മനുഷ്യൻ ദൈവവുമായിട്ട് ബന്ധപ്പെടേണ്ടത്, ദൈവവുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടത്, ദൈവിക വിഷയങ്ങളെ മനസ്സിലാക്കേണ്ടത്. ദൈവവചനത്തിൽ ആത്മീക ഘടകത്തിന് ദൈവത്തിൻ്റെ യഹോവയുടെ ദീപമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, യഹോവയുടെ ശ്വാസമെന്ന് പറയുന്നുണ്ട്, യഹോവയുടെ വിവേകമെന്ന് പറയുന്നുണ്ട്. ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കാൻ ഉള്ള കപ്പാസിറ്റി അഥവാ പ്രാപ്തി നമുക്ക് തരുന്ന ഘടകം ഈ മനുഷ്യ ആത്മാവാണ്, ദൈവം തന്ന ആ ദൈവാത്മാവാണ്. ദാറ്റ് ഈസ് എ ഗോഡ് കോൺഷ്യസ് പാർട്ട് ഓഫ് മാൻ. ദൈവബോധം അവനുളവാകുന്ന ഭാഗമാണ് ഈ ആത്മാവ് അഥവാ സ്പിരിറ്റ്. രണ്ടാമതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വായിച്ചത്, അവനൊരു സോളുണ്ട്. സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ഈ സോൾ അഥവാ പ്രാണൻ പല ഭാഷയിൽ പല നിലയിൽ അത് തർജ്ജമ ചെയ്യാറുണ്ട്. അത് പ്രാണനെന്നും ദേഹിയെന്നും മനസ്സെന്നും. സോൾ അതിൻ്റെ ഗ്രീക്ക് വാക്ക് സൂഖയാണ്. അതിൽ നിന്നാണ് സൈക്കോളജി നമുക്കുണ്ടാകുന്നത്, സ്റ്റഡി ഓഫ് ദ മൈൻഡ്, മനസ്സിനെ കുറിച്ചുള്ള പഠനം, സൈക്കോളജി, സൂഖെ. അപ്പോൾ ഈ മനസ്സ് അഥവാ പ്രാണൻ അഥവാ ദേഹി, ഈ ഘടകമാണ് മനുഷ്യൻ്റെ എല്ലാ ഇമോഷൻ്റെയും ഫീലിങ്സിൻ്റെയും വിചാരത്തിൻ്റെയും വികാരത്തിൻ്റെയും കേന്ദ്രമായിരിക്കുന്നത് ഈ സോളാണ് അഥവാ പ്രാണനാണ്, മനസ്സാണ്. കർത്താവ് ഉള്ളം കലങ്ങി എന്ന് പറയുമ്പോൾ അവിടെ സോൾ ഈസ് ട്രബിൾഡ് എന്ന് വായിപ്പാൻ സാധിക്കും. യഹോവയെ പറയുമ്പോൾ വിത്ത് ഓൾ യുവർ സോൾ എന്ന് നമുക്ക് വായിപ്പാനായിട്ട് സാധിക്കും. അപ്പോൾ സോൾ അഥവാ പ്രാണൻ
മനുഷ്യൻ്റെ മനസ്സ് അതവൻ്റെ വിചാരത്തിൻ്റെയും വികാരത്തിൻ്റെയും ഇച്ഛയുടെയും ആഗ്രഹത്തിൻ്റെയും സെൻറ്ററാണ്. ഇത് നാം തരംതിരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ സ്പിരിറ്റ് പാർട്ടുണ്ട്, സോൾ പാർട്ടുണ്ട്, ആത്മഘടകമുണ്ട്, മാത്രമല്ല ഒരു മനസ്സ്, പ്രാണൻ, ദേഹി എന്ന് പറയുന്ന, സോൾ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ബോഡി നമുക്കറിയാം, ശരീരം. ഈ ദേഹിയെയും ആത്മാവിനെയും മനുഷ്യനിൽ ഈ കൂടാരത്തിൽ പാർപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ ദേഹിക്കും ആത്മാവിനും പാർക്കുവാനുള്ള ഒരു കൂടാരമാണ് ഈ ശരീരം. ശരീരം ഭൂമിയുമായിട്ട് റിലേറ്റ് ചെയ്യുവാൻ, ബന്ധപ്പെടുവാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെ ദൈവം നിർമ്മിച്ചത്, സൃഷ്ടിച്ചത് 3 ഘടകങ്ങളോടെയാണ്. ആത്മാവ്, പ്രാണൻ അഥവാ മനസ്സ്, ദേഹി, മാത്രമല്ല ശരീരം. ആത്മാവ് ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ പ്രാപ്തി തരുന്നു. പ്രാണൻ അഥവാ മനസ്സ് പഠിക്കുവാനും സ്നേഹിക്കുവാനും വിചാര വികാര ഇച്ഛാശക്തി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നു, അത് നടക്കുന്നു. ശരീരം ഭൂമിയുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് ഉപയോഗിക്കുന്നു. എന്നാൽ പാപം ചെയ്തപ്പോൾ, ആദം ഹവ്വ പാപം ചെയ്തപ്പോൾ, ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഈ ഘടകങ്ങൾക്ക് മാറ്റമുണ്ടായി. നമുക്കറിയാം, യഹോവയെ ദൈവം പറഞ്ഞത്, നീ ഈ പാപം ചെയ്യുമ്പോൾ, അവൻ്റെ കൽപ്പനകൾക്ക് അനുസരണക്കേട് കാണിക്കുമ്പോൾ മരിക്കും നിശ്ചയമെന്ന് പറയുകയുണ്ടായി. ആ മരണം ആത്മീക മരണമാണ്. ദൈവദാസനായ ഒരു ദൈവദാസൻ ഐൻസ്റ്റൈൻ ഇതിന് അല്പം കൂടെ മനസ്സിലാകാനായി വളരെ ലളിതമായി താൻ വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യ 3 നിലയുള്ള വീടുമായി തുലനം ചെയ്യുകയാണ്. താൻ പറയുന്നത് 3 നിലയുള്ള വീട് ഒരു വലിയ ഭൂകമ്പത്തിൽ അതിൻ്റെ മുകളത്തെ നില തകർന്ന് തരിപ്പണമായതുപോലെ ആദം ഹവ്വമാർ പാപം ചെയ്തപ്പോൾ അവരുടെ ആത്മീക പാർട്ട് തകർന്ന് തരിപ്പണമായിപ്പോയി. അതാണ് യഹോവ പറഞ്ഞത്, ആത്മീകമായി മരിക്കും. അവൻ്റെ ആത്മാവ്, യഹോവയുടെ ദീപമെന്ന് പറയുന്ന ആ ഭാഗം, അവന് പ്രാപ്തി കൊടുക്കുന്ന ആ ഭാഗം ഇരുണ്ടുപോയി, അന്ധകാരപൂർണമായി പോയി, ജീവൻ നഷ്ടപ്പെട്ടു, മരണം നഷ്ടപ്പെട്ടു. അപ്പോൾ മനുഷ്യൻ പാപം ചെയ്തതോടുകൂടി അവന് 2 ഭാഗം മാത്രമേ, 2 ഘടകങ്ങൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അവൻ്റെ ശരീരം, അവൻ്റെ പ്രാണൻ. ഇവിടെ മനസ്സിലാക്കേണ്ടത്, അവൻ്റെ പ്രാണൻ അഥവാ ദേഹി അഥവാ അവൻ്റെ മനസ്സ്, അവൻ്റെ സോൾ, ആ പാർട്ട് വളരെ കഴിവുള്ളതാണ്, വളരെ പ്രാപ്തിയുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ, നാച്ചുറൽ മാൻ, പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായുള്ള മനുഷ്യൻ. അവിടെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് സൂക്കിക്കോസ് എന്നാണ്. സൂക്കിക്കോസ് ആന്ത്രോപോസ് അഥവാ നാച്ചുറൽ മാൻ. സൂക്കിക്കോസ് ഞാൻ ഉറപ്പിക്കുകയുണ്ടായി, മനസ്സിൻ്റെ മനുഷ്യൻ. മനസ്സിൻ്റെ മനുഷ്യൻ, അവനെക്കുറിച്ച് 2-3 കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്നും. സ്വാഭാവിക മനുഷ്യൻ, പ്രാകൃത മനുഷ്യൻ. അവൻ ആരാണ്? അവനിൽ ആത്മ പാർട്ട് മരിച്ചുപോയി. അവൻ്റെ ആത്മാവ് എന്ന ഘടകം, ദൈവം അവന് പ്രത്യേകമായി ദൈവത്തെ അറിയുവാൻ കൊടുത്ത ആത്മീക ഘടകം മരവിച്ചു പോയി. ആ പവർ നഷ്ടപ്പെട്ടു. അവനിൽ ആത്മഘടകം ഇല്ല. അതുകൊണ്ടാണ് ദൈവിക ഉപദേശം അവന് വെറും ഭോഷത്വമായി നമ്മൾ വായിക്കുകയുണ്ടായി. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ പ്രാകൃത മനുഷ്യൻ ആരാണ്? പ്രാകൃത മനുഷ്യൻ നമ്പർ 1, ദൈവാത്മാവ് അവൻ്റെ മനുഷ്യ ആത്മാവ് മരവിച്ചിരിക്കുന്നു. ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ പ്രാപ്തിയില്ല. ദൈവിക ഉപദേശം മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ദൈവിക ഉപദേശം മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, അവനുള്ള പ്രാപ്തിയില്ല, അവനുള്ള കപ്പാസിറ്റി ഇല്ല. ചെവി കേൾക്കാത്തൊരു വ്യക്തി ഒരു സംഗീതം എങ്ങനെ ആസ്വദിക്കും? ഒരു ചെവി കേൾക്കാത്ത ബധിരനായ വ്യക്തി സംഗീതം ആസ്വദിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ സാധിക്കും? മാത്രമല്ല, അന്ധനായൊരു വ്യക്തി അവൻ സൂര്യാസ്തമനത്തെ കാണുവാൻ ആഗ്രഹിച്ചാൽ എങ്ങനെ കാണും? സാധിക്കയില്ല. ഇതാണ്
സ്വാഭാവിക പ്രാകൃത മനുഷ്യൻ്റെ അവസ്ഥ. ജന്മന സ്വതസിദ്ധമായി മനുഷ്യൻ ദൈവത്തെയും ദൈവിക വിഷയങ്ങളെയും മനസ്സിലാക്കുവാൻ പ്രാപ്തിയില്ലാത്തവനാണ്. അതിനുള്ള കഴിവ് അവനില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സാധാരണമുണ്ട് മനുഷ്യൻ്റെ ഈ കഴിവുകേടിനെ വർണ്ണിക്കുന്ന ഒരു ഉദാഹരണം ഒരു സ്റ്റോറിയായി പലരും പറയാറുള്ളതാണ്. ചില കണ്ണ് കാണാൻ കഴിയാത്ത ചില പ്രിയപ്പെട്ടവർ ആനയെ കാണാൻ പോയി. അവർ അന്ധരാണ്. അവർ ചേർന്ന് ആനയെ കാണാൻ പോയി. എങ്ങനെയാണ് ആനയിരിക്കുന്നത്? ഒരു വ്യക്തി കാലയിൽ സ്പർശിച്ചിട്ട് പറഞ്ഞു, ആന തൂണ് പോലെയാണ്. മറ്റൊരു വ്യക്തി ആനയുടെ വയറിലാണ് സ്പർശിച്ചത്. അദ്ദേഹം പറഞ്ഞു, ആന മതിൽ പോലെയാണ്. വ്യക്തി ആനയുടെ തുമ്പിക്കൈയെ പിടിച്ചിട്ട് പറഞ്ഞു, ആന ഒരു കുഴല് പോലെയാ, ഒരു പൈപ്പ് പോലെയാണ്. മറ്റൊരു വ്യക്തി ആനയുടെ വാലെ പിടിച്ചിട്ട് പറഞ്ഞു, അത് സ്പർശിച്ചിട്ട് പറഞ്ഞു, ഓ ആന ഒരു ചൂല് പോലെയാണ്. ഇങ്ങനെയാണ് ഇന്ന് മനുഷ്യർ ദൈവത്തെക്കുറിച്ചും ദൈവിക വിഷയങ്ങളെക്കുറിച്ചും അസ്യൂം ചെയ്യുന്നത്, ഊഹിക്കുന്നത്, ആശയങ്ങൾ, അഭിപ്രായങ്ങൾ പറയുന്നത്. ദൈവത്തെയും ദൈവിക വിഷയങ്ങളെയും മനസ്സിലാക്കുവാൻ മനുഷ്യന് യാതൊരു കഴിവുമില്ല. അവൻ്റെ ആത്മീക പാർട്ട് പാപത്താൽ മരവിച്ച് പോയി. കേവലം അനുമാനങ്ങളും ഭാവനകളുമായി മാത്രം അവൻ മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, അവന് സ്വയം ഇവിടെ നാം വായിക്കുന്നുണ്ട്, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? മനുഷ്യനുള്ളത് നമ്മെക്കുറിച്ചുള്ള നമ്മുടെ ഭാവി, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ, കടമകൾ, നമ്മെക്കുറിച്ചുള്ള ദൈവിക സൃഷ്ടിയിലെ ലക്ഷ്യങ്ങൾ, ഈ കാര്യങ്ങൾ നമ്മെക്കുറിച്ച് തന്നെയും മനസ്സിലാക്കുവാൻ ഈ പ്രാകൃത മനുഷ്യന് കഴിയില്ല. എന്ന് മാത്രമല്ല, പ്രാകൃത മനുഷ്യൻ നിയന്ത്രിക്കപ്പെടുന്നത് അവൻ്റെ പ്രാണനാലാണ്. ഇവിടെയാണ് ആ നാച്ചുറൽ മാൻ എന്ന വാക്കിൻ്റെ ഗ്രീക്ക് വാക്കിൻ്റെ പ്രസക്തി. സൂക്കിക്കോസ്, ആന്ത്രോപോസ്, മാൻ ഓഫ് ദ നേച്ചർ ഓർ മാൻ ഓഫ് ദ സെൻസസ്, സെൻസ്വൽ മാൻ, മനസ്സിൻ്റെ മനുഷ്യൻ, പ്രാണൻ്റെ മനുഷ്യൻ. അവനെ നിയന്ത്രിക്കുന്ന ഘടകം അവൻ്റെ ആത്മാവല്ല, അവൻ്റെ ദേഹിയാണ്. ദേഹിയാൽ, പ്രാണനാൽ, മനസ്സിനാൽ ഭരിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ. ഞാൻ നേരത്തെ ഓർപ്പിക്കുകയുണ്ടായി, ഈ പ്രാണൻ, ദേഹി പല വാക്ക് പറയുകയാണ്. ആ നാച്ചുറൽ, അവൻ്റെ ആ കഴിവുകൾ മറക്കരുത്. സ്നേഹിക്കുവാൻ കഴിവുണ്ട്. വികാരത്തിൻ്റെയും വിചാരത്തിൻ്റെയും കേന്ദ്രം സോൾ അഥവാ മൈൻഡ്, അല്ലെങ്കിൽ അവൻ്റെ ആ പ്രാണൻ അഥവാ ദേഹി. ആകയാൽ അവന് വികാരപ്പെടുവാൻ സാധിക്കും. തീഷ്ണതയും ഉത്സാഹവും പാഷനും എന്തൂസിയാസവും കാണിക്കാൻ സാധിക്കും. പഠിക്കാനും സ്നേഹിക്കാനും പ്രസംഗിക്കാനും സാധിക്കും. വികാര അധീനനായിട്ട് മാറാൻ സാധിക്കും. വളരെ മാന്യനും നല്ലവനുമായിട്ട് പെരുമാറാൻ സാധിക്കും. എങ്കിലും അവൻ്റെ ഉള്ളിൽ ആത്മപാർട്ട് മരവിച്ചിരിക്കുകയാണ്. വീണ്ടും ജനിച്ചയല്ല, അവനിൽ ദൈവാത്മാവിനാൽ അവൻ്റെ ആത്മാവ് വീണ്ടും ജനിച്ച് ജീവൻ പ്രാപിച്ചിട്ടില്ല എന്നുള്ള സത്യം നാം ഓർത്തിരിക്കണം. അപ്പോൾ പ്രാകൃത മനുഷ്യൻ ആരാണ്? പ്രാകൃത മനുഷ്യൻ ആത്മപ്രാപ്തിയില്ലാത്ത, ദൈവത്തെയും ദൈവവിഷയം മനസ്സിലാക്കാൻ കഴിയാത്ത, സ്വയം മനസ്സിലാക്കുവാൻ കഴിയാത്ത, മാത്രമല്ല അവൻ്റെ പ്രാണനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഈ പ്രാകൃത മനുഷ്യൻ. പക്ഷേ ഈ പ്രാകൃത വളരെ പ്രാപ്തിയും കഴിവുള്ളവനുമാണ്. നമുക്കറിയാം, എത്രയോ രക്ഷിക്കപ്പെടാത്ത, ദൈവമക്കളല്ലാത്ത, പ്രാകൃതനായിരിക്കുന്ന അല്ലെങ്കിൽ നാച്ചുറലായിരിക്കുന്ന ഈ സ്വാഭാവികമായ മനുഷ്യർ എത്രയോ പ്രാപ്തിയുള്ളവരാണ്, വിദ്യാസമ്പന്നരാണ്, മാന്യന്മാരാണ്. പക്ഷേ അതൊന്നും അവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നില്ല. ദൈവിക വിഷയത്തിലേക്ക് അവരെ മനസ്സിലാക്കാൻ പ്രാപ്തി ഇല്ല. ഈ കാര്യം നന്നായി നാം മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാകൃത മനുഷ്യർ ദൈവസഭയിൽ ഉണ്ടാകുമോ? അപ്പോൾ വളരെ വ്യക്തമാണ്, പ്രാകൃത മനുഷ്യൻ അവിശ്വാസിയാണ്. പ്രാകൃത മനുഷ്യൻ രക്ഷിക്കപ്പെടാത്ത വ്യക്തിയാണ്. പ്രാകൃത മനുഷ്യൻ സ്വാഭാവികമായി സ്വതസിദ്ധമായിരിക്കുന്ന സ്വാഭാവിക
മനുഷ്യനാണ്. ജന്മന ആദം ഹവ്വമാരിൽ നിന്നും ജനിച്ചതായ ആ പരമ്പരയിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന മാന്യനായൊരു മനുഷ്യനായിരിക്കാം ഈ പ്രാകൃത മനുഷ്യൻ. ഇങ്ങനെ രക്ഷിക്കപ്പെടാത്ത, വീണ്ടും ജനിക്കപ്പെടാത്ത, ആത്മാവിനാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനന അനുഭവം ഉണ്ടാകാത്ത ഒരു വ്യക്തി സ്ഥലം സഭയിൽ ഉണ്ടോ? അതാണ് വലിയൊരു ചോദ്യം. പലപ്പോഴും നമുക്ക് സംശയം തോന്നും. മനസ്സിലാക്കണം, നാം ഈ ഭാഗത്തിൻ്റെ നമ്മുടെ ഈ സീരീസ് പഠനത്തിൽ ആരംഭത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്ഥലം സഭ വേറെ, പ്രാദേശിക സഭ വേറെ, സാർവത്രിക സഭ വേറെ. ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ആ സഭ അതിനെ സാർവത്രികമായി, യൂണിവേഴ്സലായി നാം കാണേണ്ടതാണ്. പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവിൻ്റെ വരവ് വരെയുള്ള എല്ലാ വിശ്വാസികളുടെയും കൂട്ടമായിരിക്കുന്ന ആ സഭ അദൃശ്യമാണ്. അത് ലോകമൊക്കെയും സ്കാറ്റേഡാണ്. എന്നാൽ ഒരു സ്ഥലം സഭ ഒരു ലൊക്കാലിറ്റിയിൽ കൂടി വരുന്ന സ്ഥലം സഭയാണ്, പ്രാദേശിക സഭയാണ്. സാർവത്രിക സഭയിൽ കർത്താവിൻ്റെ ആ യൂണിവേഴ്സൽ ചർച്ച് എന്ന ആസ്പെക്റ്റിൽ പോലും കാണുകയില്ല. അവിടെ പ്രാകൃതനില്ല, അവിടെ നാച്ചുറൽ മാൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഇല്ല. എന്നാൽ ഒരു സ്ഥലം സഭയിൽ പല കാരണങ്ങളാൽ പ്രാകൃത മനുഷ്യൻ, രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തി, ജന്മന പാപത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന് യാതൊരു വായിക്കുമ്പോൾ പൗലോസ് വളരെ വ്യക്തമായി നിങ്ങളുടെ മധ്യയുള്ള പ്രാകൃതന്മാരാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നില്ല. അത് ശരിയാണ്. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ 1 കൊരിന്ത്യർ അതിൻ്റെ 11-ാം അധ്യായം 19-ാം വാക്യം നാം വായിക്കുമ്പോൾ 11-ന്റെ 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത്. There must also be factions among you, that those who are approved may be recognized among you who are approved. നിങ്ങളുടെ മധ്യേ അംഗീകരിക്കപ്പെട്ടവർ, കൊള്ളാകുന്നവർ, ദൈവം സ്വീകരിച്ചവർ ആരാണ് എന്ന് വെളിപ്പെടേണ്ടതിന് ഫാക്ഷൻസ് അഥവാ കലക്കം അഥവാ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അവിടെ ഒരു സൂചനയുണ്ട്. കൊരിന്തിലും വ്യാജവിശ്വാസികൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് സ്നാനപ്പെട്ട് കൂട്ടായ്മയിൽ തുടരുന്നതായ വിശ്വാസി എന്ന ധാരണയിൽ തുടരുന്ന വ്യക്തികൾ കൊരിന്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഭാഗം സൂചിപ്പിക്കുന്നത്. നോക്കുക, 2 കൊരിന്ത്യർ അതിൻ്റെ 11-ാം അധ്യായം 2 കൊരിന്ത്യർ 11-ന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയും നാം ഈ സൂചന വായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവർ എത്രേ. അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യത്തിലും ഈ 11-ാം വാക്യത്തിൽ 2 കൊരിന്ത്യർ 11-ന്റെ 13-ലും പരാമർശിക്കുന്നത് ആ കാലത്തെ സഭകളിൽ, കൊരിന്തിൽ മാത്രമല്ല മറ്റു പല സ്ഥലം സഭകളിലും കള്ള അപ്പോസ്തലന്മാർ ഉണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരുണ്ടായിരുന്നു. പറയുകയാണ്, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകലൻ്റെ ശുശ്രൂഷക്കാർ നീതിയുള്ള ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല. ഇത് വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ നാളുകളിൽ വളരെ നന്നായി നാം ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, ദൈവസഭകളിൽ അന്നും ഇന്നും വ്യാജവിശ്വാസികളുണ്ടായിരുന്നു. പ്രാകൃതന്മാരുടെ സാന്നിധ്യം അന്നും ഉണ്ട്. ഞാൻ വളരെ വേഗം നിങ്ങളെ മത്തായി മുതൽ വെളിപ്പാട് വരെ വാക്യങ്ങൾ എടുക്കുന്നില്ല, പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നിങ്ങൾ മാത്യൂസ് ഗോസ്പൽ തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ വായിച്ചാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും ഈവൻ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഭാവി കാലഘട്ടങ്ങളിലും വ്യാജ വിശ്വാസികൾ, കൗണ്ടർഫീറ്റ് ക്രിസ്ത്യൻസ് ദൈവസഭകളിൽ നുഴഞ്ഞു കയറും എന്ന്
വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 7:15-16 വാക്യങ്ങളിൽ കർത്താവ് തന്നെ പറഞ്ഞതാണ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ടിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്ന അകമേ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്കവരെ തിരിച്ചറിയാം. കർത്താവ് മുന്നറിയിപ്പ് കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല കർത്താവ് 6 അധ്യായം മാത്യൂസ് ഗോസ്പൽ 7 ആ കാലത്ത് നിങ്ങൾ പറയും, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനേക വീര്യപ്രവൃത്തികൾ ചെയ്തു. അന്ന് ഞാൻ പറയും, ഒരു നാൾ ഞാൻ അറിഞ്ഞിട്ടില്ല. മാത്യൂസ് ഗോസ്പൽ 7:20-23 നോക്കുക, വളരെ വ്യക്തമായി കർത്താവ് ഓർപ്പിക്കുകയുണ്ടായി. അതുമാത്രമല്ല 24 അധ്യായത്തിലേക്ക് ഒരു മത്തായി 24 വരുമ്പോൾ കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. ഭാവിയിൽ കാലങ്ങൾ കഴിയുമ്പോൾ യുഗത്തിൻ്റെ അവസാനത്തിൽ വ്യാജ ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ സഭകളിൽ നുഴഞ്ഞു കയറും. അത് വർദ്ധിക്കുമെന്ന് വായിക്കുന്നുണ്ട്. യോഹന്നാൻ 2:23 വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമായ ഒരു വാക്യഭാഗമാണ്. ജോൺസ് ഗോസ്പൽ 2:23 വാക്യങ്ങൾ. പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ കണ്ട് പലരും അവനെ വിശ്വസിച്ചു. അടുത്ത വാക്യം, യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. നോക്കുക, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. അനേകർ യേശുവിൽ വിശ്വസിച്ചു, യേശു അവരെ വിശ്വസിച്ചില്ല. യോഹന്നാൻ്റെ സുവിശേഷം തുടർമാനമായി പഠിച്ചു പോകുമ്പോൾ ഈ കൂട്ടരെ കാണാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിച്ച് നടന്നവർ എല്ലാവരും അവനെ വിശ്വസിച്ചവരല്ലായിരുന്നു, യഥാർത്ഥമായുള്ള ശിഷ്യന്മാരല്ലായിരുന്നു. നാം അതിൻ്റെ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് കർത്താവ് പറയുന്ന വാക്കുകൾ, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി മാറുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ വളരെ വ്യക്തമാണ്, തന്നിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന യഹൂദന്മാർ യഥാർത്ഥമായ ശിഷ്യന്മാരല്ല. അവർ യഥാർത്ഥമായിട്ടും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരല്ല. അവർ സത്യം അറിഞ്ഞവരല്ല. അവരുടെ കർത്താവ് ഉപദേശിക്കുകയാണ്. ആ ഭാഗം മുന്നോട്ട് വായിക്കുമ്പോൾ അവർക്കിഷ്ടപ്പെട്ടില്ല. കർത്താവായ യേശുക്രിസ്തുവിന് കൊടുത്ത ഉപദേശം അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ സംസാര മധ്യത്തിൽ അവർ തങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്നൊക്കെ പ്രശംസിക്കുകയുണ്ടായി. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവ് നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. ഇന്നും ഇത് സത്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നു പറയുന്ന, ക്രിസ്തീയ പേരും ക്രിസ്തീയ സഭയിലെ മെമ്പറെന്ന് പറയുന്ന, ഒരു സഭാവിഭാഗത്തിൻ്റെ അംഗമെന്ന് പറയുന്ന, ഒരു ക്രൈസ്തവ പേരിൽ അറിയപ്പെടുന്ന അനേകരോട് കർത്താവായ യേശുക്രിസ്തു ഇന്ന് ഇത് തന്നെ പറയും, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. വൃക്ഷത്തെ അതിൻ്റെ തിരിച്ചറിയാം. പ്രവർത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായം ആക്സ് 8, ഷിമോൻ എന്ന് പറയുന്ന മനുഷ്യൻ, അവൻ സ്നാനപ്പെട്ടു. അവനൊരു ഒരു സോഴ്സർ, ഒരു മന്ത്രവാദിയായിരുന്നു. ആ മന്ത്രവാദം ചെയ്ത് ആഭിചാരം ചെയ്ത് ജനങ്ങളെ തൻ്റെ വശത്താക്കി പണമുണ്ടാക്കുന്നവനായിരുന്നു. ഫിലിപ്പോസിൻ്റെ പ്രസംഗം കേട്ട് അവർ രക്ഷിക്കപ്പെട്ടു, വിശ്വാസികളായി. അവൻ്റെ കൂട്ടമെല്ലാം മാറിപ്പോയി. അവൻ്റെ ബിസിനസ് നിന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാനും അങ്ങ് വിശ്വസിച്ചേക്കാം, ഞാനും അങ്ങ് സ്നാനപ്പെട്ടേക്കാം. അങ്ങനെ ഫിലിപ്പോസിൻ്റെ സഭയിലേക്ക് ഈ ഷിമോൻ എന്ന് പറയുന്ന മനുഷ്യൻ സ്നാനപ്പെട്ട് സഭയിൽ ചേർന്നു. ആ ഭാഗം വായിക്കുമ്പോൾ അറിയാം, പത്രോസ് അവിടെ കടന്നു വരുമ്പോൾ ഈ ഷിമോൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലായി ഇവൻ വ്യാജവിശ്വാസിയാണ് എന്ന്. പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്, നിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല, ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, പക്ഷേ നിൻ്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. അതും വളരെ ഗഹന വാക്കാണ്.
സ്നാനപ്പെട്ട് വന്ന് ശിമോനോട് പറയുക, പത്രോസ് നീ വ്യാജനാണ്. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല, സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട്. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ മൂപ്പന്മാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയുണ്ടായി, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും, വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. അതൊക്കെ നാം പത്രോസിൻ്റെ ലേഖനത്തിലും യൂദയുടെ ലേഖനത്തിലും യോഹന്നാൻ്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ദൈവസഭയിൽ നുഴഞ്ഞു കയറിയ വ്യാജ വിശ്വാസികളെക്കുറിച്ച് വിശദമായി പത്രോസ്, യോഹന്നാൻ, യൂദ തുടങ്ങിയവർ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാനത് വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല. വെളിപ്പാട് 2 കർത്താവ് എഫെസോസിലെ സഭയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. വ്യാജന്മാരെ തിരിച്ചറിഞ്ഞു നിങ്ങൾ, വളരെ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം, പുതിയ നിയമം പഠിക്കുമ്പോൾ ത്രൂ ഔട്ട് ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ്, മാത്യൂസ് ഗോസ്പൽ ടു റെവലേഷൻ നാം കാണുന്നത് ഏതു കാലത്തും വ്യാജന്മാരുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അവിടെ ഫോൾസ് പ്രോഫറ്റ്സ് ഉണ്ടായിരുന്നു, ഫോൾസ് ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, വ്യാജ അപ്പോസ്തലന്മാരും വ്യാജ സഹോദരന്മാരും വ്യാജ ക്രിസ്തുക്കളും ഉണ്ടായിരുന്നെങ്കിൽ 2000 വർഷം കഴിഞ്ഞപ്പോൾ ഈ സഭയുടെ അവസ്ഥ എന്തായിരിക്കും? സ്ഥലം സഭകളിൽ ഒന്നല്ല, അനവധി പ്രാകൃതന്മാരെന്ന് കയറിക്കൂടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കർത്താവിൻ്റെ സഭയിൽ, ഒരു സ്ഥലം സഭയിൽ പ്രാകൃത വിശ്വാസികൾ, നാച്ചുറൽ മെൻ, രക്ഷിക്കപ്പെടാത്തവർ, ആത്മാവിൽ നവീകരണം പ്രാപിക്കാത്തവർ, വീണ്ടും ജനനം പ്രാപിക്കാത്തവർ, ആത്മരക്ഷ പ്രാപിക്കാത്തവർ, രൂപാന്തരം പ്രാപിക്കാത്തവർ എങ്ങനെ സഭയിൽ നുഴഞ്ഞു കയറുവാൻ? 2 പ്രധാന കാരണമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്ന്, മനഃപൂർവമായി ആ ഫിലിപ്പിയിൽ ഷിമോൻ ചെയ്തതുപോലെ, ഫിലിപ്പോസിൻ്റെ സമയത്ത് ശമരിയയിൽ ഷിമോൻ ചെയ്തതുപോലെ മനഃപൂർവമായി കാപട്യം കാണിക്കുകയാണ്. താത്കാലികമായ ലാഭത്തിനു വേണ്ടി, സാമ്പത്തിക മേന്മയ്ക്കു വേണ്ടി, മറ്റെന്തെങ്കിലും സഹായത്തിനോ സാമൂഹ്യപരമായ, വ്യക്തിപരമായ, സാമ്പത്തികമായ നേട്ടത്തിനു വേണ്ടി വ്യാജമായി ദൈവസഭയിൽ കടന്നുകൂടുക അന്നും ഇന്നുമുണ്ട്. ദുഃഖകരമായ കാര്യം, ഇന്നത്തെ വിശേഷിച്ച് നമ്മുടെ രാജ്യത്തുള്ള അനേക ക്രൈസ്തവ സഭകൾ എന്ന് പറയുന്ന മധ്യത്തിൽ അവരുടെ ഫലം കണ്ടാൽ, ജീവിതം കണ്ടാൽ ഒരു കാര്യം വ്യക്തമാകും: യേശു ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ല. ക്രിസ്തുവിൻ്റെ ഉപദേശവുമായി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശവുമായി അവരുടെ ജീവിതത്തിന് യാതൊരു ബന്ധവുമില്ല. വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ട്, മദ്യപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അനേക തിന്മകൾ പാപജീവിതം നിവർത്തിച്ചുകൊണ്ട് ക്രിസ്ത്യാനി എന്ന പേരിൽ തുടരുന്ന അനവധി ആൾക്കാരെ കാണുവാൻ കഴിയും. അതിൽ പലരും പല കാരണങ്ങളാൽ സഭയിൽ കടന്നുകൂടിയവരാണ്. ഹൃദയത്തിൽ യാതൊരു പരിവർത്തനമില്ലാതെ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ യാതൊരു ബോധ്യവുമില്ലാതെ, ആരെയോ പ്രസാദിപ്പിക്കുവാനായി, എന്തോ താല്പര്യ നിർവഹണത്തിനു വേണ്ടി അവർ സഭയിലേക്ക് അത് വളരെ കപടതയാണ്. അത് യാതൊരു ഗുണവും അവർക്ക് ചെയ്യുകയില്ല. അതുകൊണ്ട് യാതൊരു മെച്ചവർക്കുണ്ടാകുകയില്ല. അവർ നിത്യമായ നാശത്തിന് യോഗ്യരായി പോകും, പത്രോസ് പറഞ്ഞതുപോലെ. എന്നാൽ ഒരു വലിയ പങ്ക് വിശ്വാസികൾ, പ്രിയപ്പെട്ടവർ, അവർ സ്ഥലം ഇരിക്കുന്നു, യഥാർത്ഥ വീണ്ടും ജനന അനുഭവം ഇല്ലാത്ത വ്യാജ വിശ്വാസികളാണ്. പക്ഷേ അവർക്കറിയയില്ല, അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തേത്, ബൈ ചോയ്സ്, പർപ്പസ്ലി, വിത്ത് ഹിഡൻ അജണ്ട ദേ entered the church. And secondly, by misunderstanding. അവർ ദൈവിക വിഷയങ്ങൾ, ആത്മീക സത്യങ്ങൾ, സഭാ സത്യങ്ങൾ, സുവിശേഷ സത്യങ്ങളെ തെറ്റിദ്ധരിച്ചു. മിസ്അണ്ടർസ്റ്റാൻഡിങ്. They misunderstood so many biblical truths. അവർക്ക് വേണ്ടുവണ്ണം പറഞ്ഞു കൊടുത്തില്ല. അവരുടെ അറിവുകേട്, അവരുടെ അജ്ഞത, അവരുടെ
ആ അറിവുകേടിൽ അവർക്ക് അത് സംഭവിച്ചു പോയതാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് പലപ്പോഴും അങ്ങനെ സംഭവിക്കാം. ആത്മാർത്ഥമായി സിൻസിയർലി മിസ്റ്റേക്കൺ. ഞാൻ ചിലപ്പോഴൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഒന്നുകിൽ ബോഗി തെറ്റിപ്പോകും, കോച്ച് തെറ്റിപ്പോകും, ട്രെയിൻ തെറ്റിപ്പോകും. നാം ആത്മാർത്ഥമായി ചിന്തിക്കും ഞാൻ ഓക്കെ എന്ന്. ടി വരുമ്പോഴാണ് അറിയുന്നത് തെറ്റിപ്പോയി എന്ന്. നമ്മുടെ കണ്ണ് ശരിക്കും കണ്ടില്ല, കോച്ച് തെറ്റിപ്പോയി, മാറിക്കേറി. അദ്ദേഹം പറഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടു. ടിക്കറ്റ് എടുത്ത് കണ്ണാടി വെച്ച് നോക്കി, അപ്പോൾ ബോധ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അത് അനേക പ്രിയപ്പെട്ടവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ബൈബിൾ സത്യങ്ങൾ, സുവിശേഷ സത്യങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഐ ആം ഓക്കെ എന്ന് വിചാരിച്ച് ഞാൻ നേരെ സ്വർഗത്തിലേക്ക് പോകുമെന്ന്, എൻ്റെ ആത്മരക്ഷ പ്രാപിച്ചുവെന്ന്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന് വിചാരിച്ച് കഴിയുന്ന ഒത്തിരി പേരുണ്ട്. ഇവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന 5 കാര്യങ്ങൾ, പൊതുവെ തെറ്റിദ്ധാരണയ്ക്ക് കാരണമായി തീർന്ന 5 വിഷയങ്ങൾ. ഒന്ന്, അധികം പേരും തെറ്റിദ്ധരിച്ച വിഷയം ഈ ആത്മീകമായിരിക്കുന്ന അറിവ് അത് രക്ഷയുടെ വിശ്വാസമാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. മിസ്അണ്ടർസ്റ്റുഡ് ബിബ്ലിക്കൽ നോളജ് ആസ് ഫെയ്ത്ത്. അറിവ് വിശ്വാസമല്ല. ഈ പറഞ്ഞ വ്യാജവിശ്വാസികൾ അവർക്ക് അറിവുണ്ട്. ക്രിസ്തുവിനെക്കുറിച്ചറിയാം, ബൈബിളിനെക്കുറിച്ചറിയാം, ക്രിസ്തീയ ചരിത്രമറിയാം, സഭാചരിത്രമറിയാം, അവർക്ക് ധാരാളം കാര്യങ്ങൾ അറിയാം. പക്ഷേ അറിവ് രക്ഷിക്കുന്നില്ല. യാക്കോബ കാര്യം പറയുന്നുണ്ട്. ഡീമൺസ് അവയ്ക്ക് അറിയാം, സാത്താനും അറിയാം ക്രിസ്തുവിനെ, ഡീമൺസിനറിയാം, ഭൂതങ്ങൾക്കറിയാം. ആ അറിവ് അവയ്ക്ക് രൂപാന്തരമുണ്ടാക്കുന്നില്ല. ബൈബിൾ സംബന്ധമായിരിക്കുന്ന സത്യങ്ങൾ, ഡോക്ട്രിൻസ് അറിഞ്ഞതുകൊണ്ട് ആ വ്യക്തിക്ക് ആത്മരക്ഷ ഉണ്ടാകുന്നില്ല. ഒരു കോമൺ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചെറുപ്രായത്തിൽ സുവിശേഷ വിഹിത സഭകളിൽ ജനിച്ചു വളർത്തപ്പെട്ടവർ, ചെറുപ്പം മുതലേ സൺഡേ അനേക പ്രസംഗിക്കാനും അറിയാം, അനേക ബൈബിൾ ഭാഗങ്ങൾ കാണാൻ പഠിച്ചിട്ടുണ്ട്. ഈ പ്രിയപ്പെട്ടവർക്ക് വരുന്ന അബദ്ധം, ഈ അറിവ് അവരുടെ ആത്മരക്ഷയാണ്, അത് രക്ഷയ്ക്ക് ആധാരമായ വിശ്വാസമാണ് എന്ന് ധരിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവരല്ല. ഞാൻ യഥാർത്ഥ പ്രധാന തെറ്റിദ്ധരിക്കപ്പെടുന്ന ഘടകമാണ് റിപ്പൻഡൻസ് ആസ് സാൽവേഷൻ. മാനസാന്തരത്തെ അഥവാ അനുതാപത്തെ രക്ഷയായിട്ട് വിചാരിക്കുക. ഒരു വചനം കേട്ടപ്പോൾ, വചനം വായിച്ചപ്പോൾ, പ്രത്യേകമായ ചില സാഹചര്യങ്ങളോ സന്ദർഭത്തിലോ അവരിൽ പാപബോധമുണ്ടായി, കുറ്റബോധമുണ്ടായി, മാനസാന്തരപ്പെട്ടു, അനുതപിച്ചു, കരഞ്ഞു, അവർക്കൊരു വേദനയുണ്ടായി. കർത്താവായ യേശുക്രിസ്തു നല്ല വ്യക്തമായ ഒരു ദൃഷ്ടാന്തം ലൂക്കോസ് 11 പറയുന്നുണ്ട്. അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ രൂപാന്തരപ്പെട്ടു. ആ അശുദ്ധാത്മാവ് ഇറങ്ങി പോയി. ആ അശുദ്ധാത്മാവിന് എങ്ങും പാർക്കാൻ സ്ഥലം കണ്ടില്ല. മടങ്ങി അവനിലേക്ക് വന്നപ്പോൾ അവൻ്റെ ഹൃദയം അടിച്ചു വാരി അലങ്കരിച്ച് കിടക്കുന്നു. അപ്പോൾ അവൻ പോയി ആ അശുദ്ധാത്മാവ് തന്നിലും ദുഷ്ടതയേറി 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് അവനിൽ പ്രവേശിച്ചു. അവൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പലത്തേക്കാൾ വലുതായി എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഈ പ്രിയപ്പെട്ടവർ ആത്മാർത്ഥമായി പാപത്തെക്കുറിച്ച് അനുതപിച്ചവരാണ്. അവരുടെ തെറ്റിനെക്കുറിച്ചും കുറവുകളെക്കുറിച്ചും കരഞ്ഞവരാണ്. കൺവെൻഷൻ വന്നപ്പോൾ, മീറ്റിങ്ങുകൾ വന്നപ്പോൾ അവർ കരഞ്ഞ് പശ്ചാത്തപിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവർക്ക് സംഭവിച്ചത് കർത്താവ് തന്നെ പറയുകയാണ്. ഹൃദയത്തെ ഒരു നവീകരണം നടത്തി. എന്നാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആ ജീവിതത്തിൻ്റെ കർത്തൃത്വം അവന് കൊടുത്തില്ല. അവൻ്റെ നിയന്ത്രണത്തിൽ, അവൻ്റെ കൺട്രോളിൽ പെട്ടില്ല. അവൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ടില്ല. അപ്പോൾ മാനസാന്തരം രക്ഷയല്ല.
രക്ഷയ്ക്കുള്ളൊരു പടി മാത്രമേ ഉള്ളൂ, ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ഇവിടെയാണ് തെറ്റുപറ്റുന്ന മറ്റൊരു ഘടകം. മൂന്നാമത്തെ തെറ്റിദ്ധാരണ ഭക്തിയെ ആത്മീയത്വമായിട്ട് വിചാരിക്കുന്നതാണ്. പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 2-ാം വാക്യത്തിൽ കൊർന്നല്യോസിനെ കുറിച്ച് വായിക്കുന്നു. കൊർന്നല്യോസ് ഒരു ഭക്തനായിരുന്നു. ധർമ്മം കൊടുക്കുക, പ്രാർത്ഥിക്കുക, ഈശ്വര ഭയം കാണിക്കുക, നല്ല കാര്യം, അത് നല്ലതല്ലെന്നല്ല. എന്നാൽ ആ ഭാഗം പ്രവർത്തികൾ 10-ാം അധ്യായവും 11-ാം അധ്യായവും വായിക്കുമ്പോൾ നമുക്ക് നന്നായി മനസ്സിലാകും, കൊർന്നല്യോസ് ഭക്തനായിരുന്നു, രക്ഷിക്കപ്പെട്ടയല്ലായിരുന്നു, ആത്മരക്ഷ പ്രാപിച്ചില്ല, വീണ്ടും ജനിക്കപ്പെട്ടില്ല. പത്രോസ് വന്ന് സുവിശേഷം പ്രസംഗിച്ച് ആ വചനം കേട്ട് അവൻ ആത്മരക്ഷ പ്രാപിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഇന്നും ഭക്തിയുള്ള ഒത്തിരി പേരുണ്ട്. ഭക്തി തെറ്റല്ല, പക്ഷേ ഭക്തി രക്ഷയുടെ എവിഡൻസ് അല്ല, അത് ആത്മീയത്വമൊന്നുമല്ല. ഭക്തി ഒത്തിരി പേർക്കുണ്ട്. അതിലും വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. മറ്റൊരു തെറ്റിദ്ധാരണ ഘടകമാണ് സ്നാനത്തെ രക്ഷയായി വിചാരിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവവചനം നന്നായി പരിശോധിച്ച് നോക്കുക. ചെറുപ്പത്തിൽ വെള്ളത്തിൽ മുങ്ങിയാലും, കുഞ്ഞായിരിക്കുമ്പോൾ വെള്ളത്തിൽ മുങ്ങിയാലും, പ്രായമാകുമ്പോൾ വെള്ളത്തിൽ മുങ്ങിയാലും തളിച്ചാലും ഒന്നും ആത്മരക്ഷ കിട്ടത്തില്ല. സ്നാനം ആത്മരക്ഷയല്ല, അത് വേറെ അർത്ഥമാണ്. സ്നാനത്തിൻ്റെ ഒത്തിരി പേര് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സ്നാനപ്പെട്ടാൽ അവർ ദൈവമക്കളായി എന്ന്. ചിലരോട് ചോദിക്കും, അബദ്ധം. നേരത്തെ ഓർപ്പിച്ചതുപോലെ സുവിശേഷ വിഹിത സഭകളിലാണ് ഇത് പ്രശ്നമുള്ളത്. പ്രിയ കുഞ്ഞുങ്ങൾ ചെറുപ്രായം മുതൽ സൺഡേ സ്കൂൾ പഠിച്ച് എല്ലാ ബൈബിൾ സത്യവും മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ അറിയാം. ഒരു പ്രായമാകുമ്പോൾ അങ്ങ് സ്നാനപ്പെട്ടു. എന്തിനു സ്നാനപ്പെട്ടു? എല്ലാവരും സ്നാനപ്പെട്ടു. കൺവെൻഷൻ വന്നു, കല്യാണം കഴിക്കണം, സ്നാനപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്നാനം കൊണ്ട് യാതൊരു ആത്മീയ ഗുണവും ഉണ്ടാകത്തില്ല. യഥാർത്ഥമായി ആത്മരക്ഷ പ്രാപിക്കാതെ, വീണ്ടും രൂപാന്തരം പ്രാപിക്കാതെ, ഈ സ്നാനം എന്ന ആ ഒരു കർമ്മം കൊണ്ട് നമുക്ക് ആത്മീക ഗുണമുണ്ടാകത്തില്ല. സ്നാനം രക്ഷയുടെ അനുഭവം കഴിഞ്ഞ ശേഷം ചെയ്യേണ്ടതാണ്. ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുണ്ടായിരിക്കുന്ന രൂപാന്തരത്തിൻ്റെ ബാഹ്യമായ ഒരു എക്സ്പ്രഷനാണ് സ്നാനം. ആ സ്നാനത്തെയും ധാരാളം പേർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മറ്റൊരു തെറ്റിദ്ധാരണയുടെ ഏറിയാണ് ഞാൻ നേരത്തെ ഓർപ്പിച്ച മനസ്സിൻ്റെ അല്ലെങ്കിൽ സോളിഷ് വർക്ക് ആസ് ദ വർക്ക്. നമ്മുടെ പ്രാണന് വളരെ കഴിവുണ്ട്. ദ പവർ ഓഫ് അവർ സോൾ, ദ പവർ ഓഫ് അവർ മൈൻഡ്. ഈ മനസ്സിൻ്റെ, ദേഹിയുടെ, പ്രാണൻ്റെ കഴിവുകൊണ്ട് പാടാം, പ്രസംഗിക്കാം, വായിക്കാം, പഠിക്കാം, സ്നേഹിക്കാം. ഇതൊക്കെ ആത്മീകത്വമാകണം നിർബന്ധമില്ല. സ്വതസിദ്ധമായി ജന്മന ലഭിച്ച ഒരു വാസന, ടാലൻ്റ് കൊണ്ട് പാടാം, അത് വേറെ, പ്രസംഗിക്കാം. എന്നാൽ ആത്മരക്ഷ പ്രാപിച്ച് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ റീജനറേറ്റ് ചെയ്ത് നമ്മെ വീണ്ടും ജനിപ്പിച്ച് ദൈവമക്കളായി തീരുമ്പോൾ ലഭിക്കുന്ന കൃപാവരങ്ങൾ വേറെ. ആത്മീകന്മാർ മനസ്സിലാക്കും. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നീട് വരാം. ആത്മീകന്മാർക്ക് മനസ്സിലാകും. പ്രാകൃത മനുഷ്യൻ്റെ, അവൻ്റെ സ്വന്തം ശക്തിയിലുള്ള, സ്വന്തം കഴിവിലെ ആ പെർഫോമൻസും ഒരു ആത്മീകൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടുള്ള ഒരു ശുശ്രൂഷയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരാളം പേർ ഈ 5 നിലയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ദൈവസഭയിൽ രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെട്ട പാപിയായി തുടരുകയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സ്ഥലം സഭയിൽ എത്രമാത്രം ഗൗരവമായി ഈ വിഷയം നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. There are so many men and women today in the assemblies, in the churches, one natural man. ഗൗരവം പറയുന്നു, അവരുടെ ഫലം, the reality,
ആ ഫലങ്ങൾ കാണിക്കുന്നു, ജീവിതം കാണിക്കുന്നു, ജീവിതത്തിൻ്റെ ആക്ഷൻസ് കാണിക്കുന്നു. അതിൻ്റെ പരിണിത ഫലമെന്താണ്? ഇങ്ങനെ പ്രാകൃത മനുഷ്യർ, രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ട് സഭയിൽ കൂടിയവർ സ്ഥലം സഭയിൽ ഉണ്ടാകുമ്പോഴുള്ള പരിണിത ഫലങ്ങൾ എന്തെല്ലാമാണ്? വളരെയുണ്ട്. നാം ഇസ്രായേലിൻ്റെ ചരിത്രം പഠിച്ചാൽ പഴയ നിയമഭാഗത്ത് ഇസ്രായേല്യർ, യഹൂദൻ കനാനിലേക്ക് വരുമ്പോൾ അവിടെ യഹോവയെ ദൈവം കൊടുത്ത നിർദ്ദേശം മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ യഹോവയെ ദൈവം കൊടുത്ത കൽപ്പനയ്ക്കും നിർദ്ദേശത്തിനും വ്യത്യസ്തമായി കനാനിൽ അങ്ങിങ്ങായി അനേക ആ ദേശവാസികൾക്ക് പാർക്കാനും ഒരവസരം കൊടുത്തു. ഇസ്രായേലിയുടെ മധ്യത്തിൽ കാലാന്തരത്തിൽ ഒരു മിക്സഡ് ഗ്രൂപ്പ് വളർന്നു വന്നു. ഇസ്രായേലിൻ്റെ തകർച്ചയ്ക്ക്, ഇസ്രായേലിനെ സ്വാധീനിക്കുവാൻ, വിഗ്രഹാരാധനയിലേക്ക്, മാത്രമല്ല അവരുടെ തിന്മ പ്രവൃത്തികൾ അനുകരിക്കുവാൻ, അവരുടെ വിഗ്രഹത്തെ ആരാധിപ്പാൻ ഒക്കെ അവരെ സ്വാധീനിക്കുവാൻ ഇസ്രായേലിന് മധ്യത്തിൽ ഉണ്ടായിരുന്ന ഈ മിക്സഡ് കമ്മ്യൂണിറ്റി കാരണമായി തീർന്നുവെന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതുതന്നെയാണ് ഇന്നും ദൈവസഭയിലെ മിക്സഡ് കമ്മ്യൂണിറ്റി. വേർപെടാത്ത, വീണ്ടും ജനിക്കാത്ത, ആത്മരക്ഷ പ്രാപിക്കാത്ത, രൂപാന്തരം പ്രാപിക്കാത്ത സ്നാനപ്പെട്ട വിശ്വാസികൾ, മെമ്പേഴ്സ് ഒരു സ്ഥലം സഭയിൽ ഉണ്ടാകുമ്പോൾ ഉള്ള അനുഭവങ്ങൾ. നമ്പർ 1, യൂദ പറയുന്ന വാക്ക്, അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. യൂദ, Jude, book of Jude, verse 19. These are sensual persons, natural persons, soulish men who cause divisions, not having spirit. അതാണ് കൊരിന്തിൽ സംഭവിച്ചത്. കൊരിന്തിലെ ഡിവിഷന് ഒരു പ്രധാന കാരണം അവിടെയും കുറച്ചെങ്കിലും പേർ അവർക്ക് പൗലോസിൻ്റെ കാഴ്ചപ്പാട് മനസ്സിലാകുകയില്ല. അവർക്ക് പൗലോസിൻ്റെ ആത്മീക കാഴ്ചപ്പാടില്ല. അവർക്ക് നമ്പർ 1, അവർ ദ ഡിവൈഡ്. Natural men in the local church, they will divide the church of Christ, the community. They create so many other problems. Matthew's Gospel 24:24. They deceive. അവർ ചതിക്കും, അവർ തെറ്റിക്കും, ദൈവജനത്തെ തെറ്റിക്കും അവർ. 2 Corinthians 11:26. They trouble the people of God. ദൈവജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും, ദൈവദാസന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. മാത്രമല്ല, they rob our reward. Colossians 2:18. തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ആരും നിങ്ങളെ വിരുദ തെറ്റിക്കരുത്. വ്യാജവിശ്വാസി വ്യാജ സിദ്ധാന്തം പ്രചരിപ്പിക്കും. വ്യാജവിശ്വാസി വ്യാജ ടീച്ചർ വ്യാജ ഡോക്ടറിൻ പ്രചരിപ്പിക്കും. അത് പഠിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്ന നാം നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുമെന്നാണ് പൗലോസ് ഓർപ്പിക്കുന്നത്. ദേ റോബ് അവർ റിവാർഡ്. മാത്യു 7:15. ദേ ഡിസ്ട്രോയ്. അത് പൗലോസും തുലനം ചെയ്തത് ചെന്നായ്ക്കളോടാണ്. ആട്ടിൻകൂട്ടത്തെ വകവയ്ക്കാത്ത ചെന്നായ്ക്കൾ. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഏത് സ്ഥലം സഭയിൽ ദൈവജനത്തെ ദുഃഖിപ്പിക്കുന്ന വ്യക്തികളുണ്ടോ, വിശ്വാസികളെ കണ്ണുനീര് കുടിപ്പിക്കുന്നവർ, ദൈവസഭ സഭയിൽ ശുശ്രൂഷകൾ ചെയ്യുന്നവരെ കണ്ണുനീര് കുടിപ്പിക്കുന്നവർ, സഭയുടെ ഐക്യത്തിനോ അന്യോന്യമുള്ള സ്നേഹത്തിനോ അവരുടെ കൂട്ടായ്മയ്ക്കോ യാതൊരു വിലയും കൽപ്പിക്കാതെ തങ്ങളുടെ സ്വാർത്ഥതയിൽ ദൈവജനത്തിന് മധ്യത്തിൽ വിഷമവും പ്രതിസന്ധിയും ഉണ്ടാക്കുന്നവർ ചെന്നായ്ക്കൾക്ക് തുല്യമാണ്. അവർക്ക് ദൈവജനത്തോട് യാതൊരു താല്പര്യവുമില്ല, ദൈവമഹത്വത്തോട് യാതൊരു താല്പര്യവുമില്ല. ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ, ദ ഡിസ്ട്രോയ്. എത്ര ഗൗരവമായിട്ടാണ് ദൈവദാസൻ അവിടെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. നാച്ചുറൽ മെൻ ഇൻ ദ ലോക്കൽ ചർച്ച്. രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ട ചില വിശ്വാസികൾ. ഹൗ ടു ഡീൽ വിത്ത് ദിസ് ഇഷ്യൂ. ഈ ഇഷ്യൂ
ഇല്ല എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. ചില മാന്യന്മാരുണ്ട്, ഇത് ഞങ്ങളെ ബാധിക്കത്തില്ലെന്ന് പറയും. ദാറ്റ്സ് വെരി ഗുഡ്, ഓക്കെ, ബാധിക്കത്തില്ല, നല്ല കാര്യം. ചില കാര്യങ്ങൾ നാം വായിക്കുന്നു. നാം അന്യോന്യം പഴിചാരാനല്ല ചെയ്യേണ്ടത്. ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവൻ വ്യാജനാണ്, അവർ വ്യാജനാണ്, അവരിലേക്ക് വിരൽ ചൂണ്ടുന്നത് നല്ല ലക്ഷണമല്ല. നമ്പർ 1, ഞാൻ സ്വയം ശോധന ചെയ്യണം. ഇറ്റ്സ് എ റിയാലിറ്റി. It's possible for natural men to be in the local church. It's my duty not to blame others, but to examine myself. അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിയിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. പത്രോസ് പറയുന്നു, സഹോദരന്മാരെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിപ്പിൻ. അപ്പോൾ നാം സ്വയം ശോധന ചെയ്യണം. ഞാൻ നാച്ചുറൽ മാനാണോ, പ്രാകൃത മനുഷ്യനാണോ, ഞാൻ ആത്മരക്ഷ പ്രാപിച്ചവനാണോ, ഞാനൊരു വ്യാജ വിശ്വാസിയാണോ, അതോ യഥാർത്ഥമായ വിശ്വാസിയാണോ? സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ചെന്നെ നിലവുകളെ അറിയണമേ, വ്യസനത്തിലുള്ള മാർഗമെല്ലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടത്തണം. അത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം. സോ ഐ നീഡ് ടു എക്സാമിൻ മൈസെൽഫ്. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ടു ഡു. ഹൗ ടു ഡീൽ വിത്ത് ദിസ് ഇഷ്യൂ? എക്സാമിൻ അവർ സെൽഫ്സ്. നമ്പർ 2, എൻ്റെ ശ്രദ്ധ വന്ന വിഷയം, ഈ കാര്യം മനസ്സിൽ വെച്ചു വേണം ദൈവസഭയിൽ വചനം പഠിപ്പിക്കാനും ശുശ്രൂഷിക്കുവാനും. ദുഃഖകരമായൊരു കാര്യം ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മുടെ മനസ്സിലെ ഒരു ചിന്ത, നമ്മുടെ സഭയ്ക്ക് വെളിയിൽ ആരും രക്ഷിക്കപ്പെട്ടയല്ല, അവരൊക്കെ രക്ഷിക്കപ്പെടണം, അവരൊക്കെ പാപികളാണ്, നമ്മുടെ അകത്ത് നാം എല്ലാം ഓക്കെ. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യം, മുൻപിലിരിക്കുന്ന 50-100 വിശ്വാസികൾക്ക് അവരുടെ ആത്മീക അനുഭവത്തിന് അനുയോജ്യമായി സംസാരിക്കാതെ ലോകത്തിൻ്റെ ഏതോ മൂലയ്ക്കിരിക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ശുശ്രൂഷയാണെന്ന് കാണുന്നത്. ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. അങ്ങനെയല്ല. നമ്മുടെ മുൻപിലിരിക്കുന്ന ജനം അവരുടെ ആത്മീക അവസ്ഥ എന്താണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനാപൂർവം നമ്മുടെ മുൻപിലിരിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്ന് ഉറപ്പുവരത്തക്കവണ്ണം ഈ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട ചുമതല നമുക്കുണ്ട്. കണ്ണുമടച്ച് ഓൾ ഓഫ് us ആർ ഓക്കെ എന്ന് നാം ചിന്തിക്കരുത്. സുവിശേഷ സത്യങ്ങളെ ആവർത്തിച്ച് ആത്മീക യാഥാർത്ഥ്യങ്ങളെ ഒരു മടിയില്ലാതെ ഘോഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മുടെ ജനത്തിനെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടിരിക്കുന്നു. മാത്രമല്ല, മറ്റൊരു കാര്യം, ദൈവമാർക്ക് തങ്ങളുടെ മധ്യേ ഉള്ള ജനങ്ങളെ ഡിസേൺ ചെയ്യേണ്ട, വിവേചിച്ചറിയേണ്ട ചുമതലയുണ്ട്. കണ്ടും കേട്ടും മനസ്സിലാക്കിയും ഓരോ വിശ്വാസിയുടെയും യഥാർത്ഥ ആത്മീക പരിതസ്ഥിതിയെ, സ്റ്റാൻഡേർഡിനെ ഗ്രഹിച്ച് അവർക്ക് ആവശ്യമായിരിക്കുന്ന ആലോചന പറഞ്ഞു കൊടുക്കുക. ഉത്തരവാദിത്വമുണ്ട്. വ്യാജന്മാരെ മനസ്സിലാക്കി എക്സ്പോസ് ചെയ്യാനുള്ള കടമയും നമുക്കുണ്ട്. മാത്രമല്ല, വാൺ ആൻഡ് ഗൈഡ് ആ പീപ്പിൾ. ആവർത്തിച്ച് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും അവരെ ഗൈഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. തെറ്റുകളെ ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. ഈ തെറ്റും അല്ലെങ്കിൽ തിന്മകളെയും എക്സ്പോസ് ചെയ്യേണ്ടതാണ്. ഇന്നതിനാർക്കും താല്പര്യമില്ല. എല്ലാവർക്കും രസം കൊടുക്കുന്ന സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഡിപ്രഷനുണ്ടല്ലോ, നിരാശയുടെ അനുഭവങ്ങൾ, അത് ഇവിടെ കൂട്ടിക്കുഴയ്ക്കരുത്. ചില പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ചെവിയിൽ നീ വിശ്വാസി അല്ല എന്ന് മന്ത്രിക്കും. അത് വേറൊരു വിഷയമാണ്. അപ്പോൾ യോഹന്നാൻ അക്കാര്യം പറഞ്ഞുകൊണ്ട്, നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തേക്കാൾ ദൈവം വലിയവനാണ്. നാം ഒരിക്കൽ നമ്മുടെ ആത്മീക അവസ്ഥയെ ഉറപ്പുവരുത്തിയെങ്കിൽ, കർത്താവ് നമ്മെ രക്ഷിച്ചെന്നും നാം വീണ്ടും ജനിച്ചതാണെന്നുമുള്ള ബോധ്യം കൊണ്ടുവെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് സാത്താൻ കൊണ്ടുവരുന്ന ശത്രുവിൻ്റെ ആ വിഷ്പറിങ്ങിന് നാം ചെവി കൊടുത്ത് ക്ഷീണിച്ചു പോകാനായി പാടില്ല. ആർ നമ്മെ കുറ്റം വിധിക്കും? ഹൂ ഷാൽ ബ്രിങ് എ ചാർജ് അഗെയിൻസ്റ്റ് ഗോഡ്സ് ഇലക്ട്? ഇറ്റ് ഈസ് ഗോഡ് ഹൂ ജസ്റ്റിഫൈസ്. നീതീകരിക്കുന്നവൻ ദൈവം. ആർക്ക് കുറ്റം കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് നാം അതിൽ ജയിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ അതിനു മുൻപ് മേക്ക് ഷുവർ വി ആർ ട്രൂ ബോൺ അഗെയിൻ ചിൽഡ്രൻ ഓഫ് ഗോഡ്.
ഞാനിവിടെ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. കൊരിന്ത് സഭയിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് മറ്റൊരു റീസണാണ് അവിടെ ഉണ്ടായിരുന്ന നാച്ചുറൽ മെൻ. അധികം കാണുകയില്ല. എന്നാൽ ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞിരിക്കുന്ന, എത്രയെത്ര പ്രശ്നങ്ങൾ ആവർത്തിച്ചുണ്ടായിരിക്കുന്ന നമ്മുടെയൊക്കെ സ്ഥലം സഭകളിൽ ഈ കാര്യമൊന്ന് ഗഹനമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് കാരണം പ്രാകൃത മനുഷ്യരുടെ സാന്നിധ്യമാണോ, രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടവരുടെ സാന്നിധ്യമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ട് ഇരിക്കുന്നു. അപ്പം നാം കണ്ടത് ആരാണ് പ്രാകൃത മനുഷ്യർ? അത് നാം ചിന്തിച്ചു. ആത്മാവില്ല, ആത്മരക്ഷ പ്രാപിച്ചില്ല, വീണ്ടും ജനിച്ചിട്ടില്ല, അവർക്ക് ദൈവിക വിഷയം മനസ്സിലാകുകയില്ല, അതവർക്ക് ഭോഷത്വമാണ്, അതിനുള്ള പ്രാപ്തിയില്ല. അവർ നയിക്കപ്പെടുന്നത് അവരുടെ പ്രാണനാൽ, അവരുടെ ആ മനസ്സിനാൽ. സോളിഷ് മെൻ, കൺട്രോൾഡ് ആൻഡ് ലെഡ് ബൈ ദെയർ സോൾ. മാത്രമല്ല, അത് സാധ്യമാണോ? ന്യൂ ടെസ്റ്റമെൻ്റ് മുഴുവൻ നാം ഒന്ന് അവലോകനം ചെയ്തു. ആണ്. ഇറ്റ് ഈസ് പോസിബിൾ. എന്തുകൊണ്ട്? ബൈ ചോയ്സ്, കപടതയിൽ, ഹിപ്പോക്രസിയിൽ, കാപട്യത്തിൽ വന്നു കയറുന്നു. മാത്രമല്ല, വളരെ പേരും തെറ്റിദ്ധാരണയിൽ കഴിയുകയാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതിൻ്റെ പരിണതഫലം, ദ ഡിവൈഡ്, ദ ഡിസീവ്, ദ ട്രബിൾ, ദ റോബ് അവർ റിവാർഡ്, ദ ഡിസ്ട്രോയ് ദ പീപ്പിൾ ഓഫ് ഗാഡ്. എത്ര സങ്കടകരമാണ്. ദ ഡിസ്ട്രോയ് ദ പീപ്പിൾ ഓഫ് ഗാഡ്, ദ ലോക്കൽ ചർച്ച്. How to deal with this issue? Examine ourselves. Teach and preach with this understanding. Warn and guide the people of God. At the same time, not to be confused with a depression and the Satan wish. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി സ്വയം ശോധന. ഞാനൊരു യഥാർത്ഥമായ വിശ്വാസിയാണോ? ഞാനൊരു പ്രാകൃതനാണോ? അതോ ഞാൻ ആത്മീകനാണോ? എന്നിൽ ഹൃദയത്തിൽ യഥാർത്ഥമായിരിക്കുന്ന ആത്മരക്ഷയുടെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ദൈവിക വിഷയങ്ങൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടോ? ദൈവത്തെ മനസ്സിലാക്കുവാൻ, ദൈവിക വിഷയങ്ങളെ ഗ്രഹിക്കുവാൻ പ്രാപ്തിയുണ്ടോ? എൻജോയ്മെൻ്റ് ഉണ്ടോ? ഒരു ആത്മീകനാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം മുഖാന്തരം നാം ആത്മീകരാകുമ്പോൾ നമുക്ക് അനുഗ്രഹം മാത്രമല്ല, നാം ഉൾക്കൊണ്ടിരിക്കുന്ന സ്ഥലം സഭയ്ക്കും നാം അനുഗ്രഹമാകും, നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമാകും, ദേശത്തിന് അനുഗ്രഹമാകും. അങ്ങനെ ആത്മീകന്മാരായി ജീവിക്കാൻ, ജഡീകന്മാരായിട്ടല്ല, പ്രാകൃതന്മാരായിട്ടല്ല, ആത്മീകന്മാരായി ജീവിക്കുവാൻ ഈ വചനങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. വചനം കേട്ടവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.